രൗദ്രതാണ്ഡവം 4-ാം ഭാഗം. രചനാവതരണം നന്ദു എച്ച് കൃഷ്ണ. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. ഇനിയിപ്പോ എന്തു പറയാനാവോ അവര് നമ്മളെ ഉള്ളിലേക്ക് വിളിക്കണേ? നീ ഇങ്ങനെ പേടിക്കല്ലേ സിദ്ധി. നോക്കിക്കേ, എന്നെ തൊട്ട നിന്റെ കൈയൊക്കെ ദേ ഐസ് പോലെയായി. ഭയത്തിൽ അവൾ പിടിച്ചിരിക്കുന്ന ഉള്ളം കൈ എടുത്ത് തടവിക്കൊണ്ട് ഉത്തര പറഞ്ഞു. നിനക്കറിയാത്തതൊന്നുമല്ലല്ലോ ഉത്തരെ എന്റെ അവസ്ഥ. ഈ ജോലി പോയാൽ ഞാൻ... അവൾ പിടിച്ച കൈയിൽ വിരലുകളെ മുറുക്കി. അവളുടെ കണ്ണുകൾ പിന്നെയും MD-യുടെ ക്യാബിനിലേക്ക് പോയി. എന്തായാലും അകത്തെന്താ പറയുന്നതിനെ പറ്റി ഒരു ഊഹം നിനക്കുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും കൂടുതൽ ആലോചിച്ച് നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ തലകറക്കവും ശബ്ദലുമൊക്കെ? ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ ക്യാന്റീനിലേക്ക് വാ. എന്തായാലും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഒരു ചായ എങ്കിലും കുടിക്കാം. വേണ്ടടി, എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കണ്ട, എനിക്കൊപ്പം കൂട്ടിന് വരാലോ. പറയുന്നതിനൊപ്പം തന്നെ അവളെ വലിച്ചുകൊണ്ട് ഉത്തര ക്യാന്റീനിലേക്ക് നടന്നു. കമ്പനി ന്യൂ ജോയ്സിനെയെല്ലാം ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടതിന്റെ അന്നവൾ ഓഫീസിൽ തലകറങ്ങി വീണിരുന്നു. അന്ന് തന്നെ അവളെ കൂടാതെ 2-3 പേരും കൂടി ഇങ്ങനെയൊക്കെ തലകറങ്ങി വീണു. ദേഹ അസ്വാസ്ഥ്യം കാണിച്ച് ഈ ടെർമിനേഷൻ വാർത്ത പറഞ്ഞതിന്റെ സ്ട്രെസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. അന്ന് തൊട്ട് പെണ്ണ് ഒരേ കരച്ചിലും ആഹാരം കഴിക്കാതെയുമായി. അതിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ആഹാരം എന്തോ കഴിച്ചപ്പോൾ എല്ലാം കൂടി പോയി ഛർദ്ദിക്കുന്ന കണ്ടു. ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റപ്പോഴും ഏതാണ്ടൊക്കെ അവസ്ഥ ഇത് തന്നെ. അതുകൊണ്ടൊക്കെയാണ് ഉത്തര സിദ്ധിയോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്. മിനിഞ്ഞാന്ന് താനും നീനയും കൂടി ഇവിടുത്തെ ക്യാന്റീനിൽ നിന്നല്ലേ എന്തോ വാങ്ങിക്കഴിച്ചത്? അതെന്തായിരുന്നു? അവർക്കടുത്തായി പാഞ്ഞെത്തിയ വരുൺ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. എന്താടോ, എന്താ പ്രശ്നം? പ്രശ്നം എന്താന്നോ? നീനയ്ക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. അത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി അവളുടെ സൈൻ വാങ്ങിക്കാൻ പോയപ്പോഴാണ് നീയും ഒപ്പം ഉണ്ടായിരുന്നെന്ന് അവൾ പറയുന്നത്. നിനക്കെങ്ങനെ? ഫുഡ് പോയ്സൺ വല്ലതും അടിച്ചായിരുന്നോ? അടിച്ചോന്നോ? ഇവൾക്കും ഛർദിലും കറക്കവും ഒക്കെ ഉണ്ടായിരുന്നു. തല കുമ്പിട്ടിരിക്കുന്നവളെ നോക്കി ഉത്തര പറഞ്ഞതും അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും കൊടുക്കാതെ സിദ്ധി അങ്ങനെ തന്നെ ഇരുന്നു. എന്തായാലും ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. HR-ൽ പരാതി കൊടുത്തിട്ട് വരാം. പറയുന്നതിനൊപ്പം തന്നെ വരുൺ അവിടെ നിന്നും എഴുന്നേറ്റു. എടാ, കംപ്ലൈന്റ് ചെയ്യാൻ ഇവളുടെ സിഗ്നേച്ചർ വേണ്ടേ? കാര്യം പറഞ്ഞെങ്കിലും സിദ്ധിയോട് പ്രത്യേകിച്ചൊന്നും പറയാതെ എഴുന്നേൽക്കാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉത്തര ചോദിച്ചു. ഇവിടെ മുന്നോട്ട് ജോലി ചെയ്യുന്നവരുടെ കംപ്ലൈന്റ് അല്ലേ HR-ൽ എടുക്കുള്ളൂ. ഇവളുടെ കാര്യത്തിലൊക്കെ അതിന് ചാൻസ് വളരെ കുറവല്ലേ? വരുൺ ഉള്ള കാര്യം അതുപോലെ പറയുന്നു എന്നതുപോലെ ഉത്തരയോട് പറഞ്ഞു. വരുൺ, ഡാ. അവനെ അവിടെ നിന്നും വലിച്ച് പുറത്തേക്ക് നടത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ഉത്തര അവനെ വിളിച്ചു. എടാ, പുതിയ ആൾക്കാരെയെല്ലാം പറഞ്ഞു വിടുകയാണെന്ന് ഉറപ്പായോ? അങ്ങനെ ഫൈനൽ ഡിസിഷൻ ആയിട്ടുള്ളതൊന്നും അക്കൗണ്ട്സിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും പുതിയ ആൾക്കാരിൽ നിന്നും എടുക്കുന്നില്ലെന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അപ്പോ കറക്റ്റായിട്ടുള്ള തീരുമാനമൊന്നും അറിയാതെയാണ് മോൻ ഇത്രയും നേരം അവിടെ കിടന്ന് കക്കിയതല്ലേ? എടാ, അല്ലെങ്കിൽ തന്നെ അവള് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെയാണ് നിന്റെ പുതിയ കണ്ടുപിടുത്തം. പേരിനെങ്കിലും കുറച്ച് മനുഷ്യപ്പറ്റി കാണിക്കടാ. അവനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് പല്ലും കടിച്ചു പിടിച്ചവൾ അകത്തേക്ക് പോയി. ഇവളിപ്പോൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത്? ഞാനാണോ കമ്പനി നടത്തുന്നത്? ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും മുകളിലേക്ക് കയറി. നീ ഇത് എവിടേക്കാ? അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഇരുന്ന സീറ്റിൽ നിന്നും ബാഗും എടുത്ത് എഴുന്നേൽക്കുന്നവളെയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇനി കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം. അങ്ങനെ ഓഫീസ് ടൈമിൽ വീട്ടിലേക്ക് പോകാനല്ല നിനക്ക് ഇവിടെയുള്ളവർ ശമ്പളം തരുന്നത്. എപ്പോ വരെ ടെർമിനേഷൻ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടുന്നില്ല അതുവരെ നീ ഇവിടുത്തെ എംപ്ലോയി ആണ്. അതുകൊണ്ട് മര്യാദക്കിരുന്ന് ജോലി ചെയ്യടി. പിന്നെ വരുൺ പറഞ്ഞിട്ട് കേട്ടിട്ടാണ് നിന്റെ മുഖം ഇങ്ങനെ മാറിയതെങ്കിൽ അവന് വട്ട. അവളുടെ കവിൾ ഒന്ന് തട്ടിക്കൊണ്ട് ഉത്തര അവളുടെ കൈയും പിടിച്ച് ക്യാന്റീനിൽ നിന്നും ഓഫീസിലേക്ക് നടന്നു. ഓഫീസിൽ ചെന്നിട്ടും അവളുടെ മനസ്സ് ഒന്നിലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പുതിയ ഇൻചാർജ് എന്ന് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് വരെയുള്ള തന്റെ ജോലി എന്ന ഭയപ്പാടിൽ അവളുടെ കയ്യിൽ നിന്നും തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ വന്നുകൊണ്ടിരുന്നു. എന്റെ പൊന്നു സിദ്ധി, പുതിയ എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ നിന്നെ പറഞ്ഞു വിട്ടില്ലെങ്കിലും ഇപ്പൊ നീ ചെയ്ത തെറ്റുകൾ കൊണ്ട് അവര് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും. അവൾ കൊണ്ടുകൊടുത്ത പേപ്പറിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഉത്തര അലറി. അത്യാവശ്യം നല്ലോണം പാടുപെട്ടാണ് അന്ന് അവന്റെ കണ്ണുകൾ തുറന്നത്. കൈ എത്തിച്ച് മൊബൈലില് ബെഡിൽ ഫുള്ള് തെപ്പി. എന്തോ മൂർച്ചയുള്ള സാധനങ്ങൾ കൊണ്ട പോലെ കൈ വേദനിച്ചതും അവൻ പാതി തുറന്ന കണ്ണുകൾ മുഴുവനായും തുറന്ന് ചാടി എഴുന്നേറ്റു. കട്ടിലല്ല താൻ കിടക്കുന്നത്, അതും ചുറ്റിച്ചിതറി കിടക്കുന്ന കുപ്പിച്ചില്ലുകൾക്കിടയിൽ. അതിലേതോ ഒന്നാണ് കയ്യിൽ കൊണ്ടത്. അവൻ കൈയൊന്ന് കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു.
നേരെ നിൽക്കുന്നതിന് മുന്നേ തന്നെ കാൽമുട്ട് പോയി ഇടിച്ച് അവന്റെ ശരീരം വഴുതി. ഒരുപാടധികം കഴിച്ചതുകൊണ്ട് തല അപ്പോഴും നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇട്ടിരുന്ന ഡ്രസ്സും കൊണ്ട് തന്നെ അവൻ ബാത്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്തു. കൈകൾ രണ്ടും ഭിത്തിയിലേക്ക് തറപ്പിച്ചു വെച്ച് തലയ്ക്ക് മുകളിലൂടെ വീണ വെള്ളം ചെവിയുടെ ഇരു സൈഡിലേക്കും നിലത്തേക്ക് ഒഴുകി. അവന്റെ ശരീരത്തിലേക്ക് വീഴുന്ന തണുത്ത വെള്ളം അവനെ ഒഴുകിയിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിലെ കോപം ഏറ്റുവാങ്ങിയതുകൊണ്ടോ എന്തോ അതിൽ നിന്നും ചൂട് വമിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത്. നനഞ്ഞ വസ്ത്രങ്ങൾ ഡസ്റ്റ്ബിനിലേക്ക് അവൻ നേരെ ഇട്ടുകൊണ്ട് വാർഡ്രോബ് തുറന്നു. കയ്യിൽ നിന്ന് കോഫി ചെയ്യുമ്പോഴാണ് റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം പാർത്ഥൻ കേൾക്കുന്നത്. പാർത്ഥി വാതിലിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്കാ ബിസിനസ് സ്യൂട്ടിൽ ഇറങ്ങി വരുന്ന വംശിയാണ്. ഇന്നലെ തനിക്കൊപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നവനും ഇപ്പോൾ മുന്നിൽ കാണുന്നവനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തോന്നി പാർത്ഥന്. ആകെ അലങ്കോലമായി അവന്റെ കണ്ണുകളെ പോലും മറച്ചിരുന്ന മുടി ഇന്ന് ജെല്ല് തേച്ച് നീറ്റായി ബാക്കിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. വളർന്നു തുടങ്ങിയ ബിയേഴ്സും ഇപ്പോൾ ലുക്കിൽ ക്ലാസിക്കായി ചെയ്തു വെച്ചിരിക്കുന്നു. വൈറ്റ് ഷർട്ടും ഐസ് ബ്ലൂ പാന്റുമാണ് വേഷം. അതിന്റെ ബ്ലേസർ ഇടത് കൈയിൽ കിടപ്പുണ്ട്. തലയെടുപ്പോടെ ആരെയും കൂസാത്ത ഭാവത്തിൽ തനിക്കടുത്തേക്ക് വരുന്ന വംശിയെ കണ്ടപ്പോൾ പാർത്ഥന്റെ ഓർമ്മകൾ പോയത് 2 വർഷം പിന്നിലേക്കാണ്. വൈകുണ്ഠേശ്വരം തറവാട്. നിലത്തേക്ക് ഒരു മൊട്ടുസൂചി പോലും വീണാൽ കേൾക്കാൻ പറ്റുന്ന അത്രയും നിശബ്ദതയിൽ ഡൈനിങ് റൂം. ശ്വാസം പോലും നേരെ വിടാതെ മുന്നിരിക്കുന്ന ആളുടെ പ്ലേറ്റിലേക്ക് ഇഡലി എടുത്തു വെച്ചു ദേവകിയമ്മ. സാമ്പാറും ചട്നിയും കൃത്യമായി 2 സൈഡിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ പോലും ഒരു തുള്ളി ടേബിളിലേക്ക് വീഴാതിരിക്കാൻ അവരത്രയും ശ്രദ്ധിച്ചു. ഇടയ്ക്ക് എപ്പോഴോ വിറയ്ക്കുന്ന കയ്യിൽ നിന്ന് ഒരു തുള്ളി നിലത്തേക്ക് വീഴാൻ പോയതും സംഹാരരുദ്രനെ പോലെ അയാളുടെ കണ്ണുകൾ അവരെ നോക്കി. ഉമിനീരിറക്കിക്കൊണ്ടവർ മുകളിൽ നിന്നും ടിഷ്യൂ എടുത്ത് ആ ഒരു തുള്ളി തുടച്ചു മാറ്റി. വൈകുണ്ഠത്തിൽ പരമേശ്വരൻ, വൈകുണ്ഠേശ്വരം തറവാടിന്റെ സ്വത്തുക്കളുടെയും കമ്പനിയുടെയും ഏകാധിപതി. മനുഷ്യത്വം, ദയ, നന്മ ഇതിനെയൊക്കെ പടിക്ക് പുറത്തു നിർത്തി കുടിലതയും തൻകാര്യവും മാത്രം കൈമുതലാക്കി വെച്ചിരിക്കുന്ന വ്യക്തി. അയാളുടെ ഈ കൗശലബുദ്ധിയാണ് ഒരു പരിധിവരെ വൈകുണ്ഠേശ്വരം എന്ന കമ്പനിയെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഭാര്യ ദേവകി, ഭർത്താവിനെ ഇപ്പോഴും നേരെ നോക്കാൻ പോലും പേടിക്കുന്ന ഭാര്യ. കുടുംബത്തുള്ള എല്ലാവർക്കും അവർ ദേവമ്മയാണ്. ഒരേ ഒരു മകൻ വംശി. വംശി വൈകുണ്ഠം, കമ്പനിയിലെ ഇപ്പോഴത്തെ MD. ആരോടും പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ലെങ്കിലും മകനെ അയാൾ എന്തൊക്കെയോ കോണിൽ കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. തന്റെ മകന് താൻ മാത്രമായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതിയ അയാൾക്ക് കുഞ്ഞിലെ അവന് ദേവമ്മയോടുള്ള അറ്റാച്ച്മെന്റ് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണത്തിൽ 5 വയസ്സുള്ള കുഞ്ഞിനെ ബോർഡിങ്ങിൽ ചേർത്തതാണ് അയാൾ. കരഞ്ഞും കാലുപിടിച്ചും അയാളുടെ തീരുമാനം മാറ്റാൻ ദേവമ്മ ഒരു ദിവസം പുറകെ നടന്നു. പക്ഷെ ഒരു വാക്കുകൊണ്ടുപോലും അയാൾ കേട്ടില്ല. അന്ന് തുടങ്ങിയ അവന്റെ ഹോസ്റ്റൽ വാസം കഴിയുന്നത് കഴിഞ്ഞ മാസം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ്. അതുവരെ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഒരുതരം ഒഴുക്കായിരുന്നു അവന്റെ ജീവിതം. വർഷത്തിൽ 1-2 വട്ടം അവൻ കുടുംബത്ത് വന്നു. ആ സമയത്തൊക്കെ ദേവമ്മ തന്റെ വാത്സല്യം മുഴുവനും അവന് കൊടുത്തെങ്കിലും ആ ഒറ്റപ്പെടലും ഏകാന്തതയും അവനെ വേറൊരാളാക്കി മാറ്റിയിരുന്നു. അങ്ങനെ തീർത്തും വ്യത്യസ്തമായി, ഏതാണ്ട് അച്ഛന്റെ പിൻഗാമി എന്ന പോലെയാണ് അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ദേവമ്മയ്ക്ക് തോന്നിയത്. പണ്ട് 24 മണിക്കൂറും തന്റെ പിന്നാലെ നടന്ന മകൻ ഇന്ന് തന്നെ നോക്കി ചിരിക്കാൻ പോലും നൊയമ്പ് നോക്കേണ്ട അവസ്ഥയാണ് ദേവമ്മയ്ക്ക്. പരമേശ്വരൻ ഏതാണ്ട് കഴിച്ചു തീർന്ന നേരത്താണ് മുകളിൽ നിന്നും വംശി ഇറങ്ങി വന്നത്. കഴിക്കാനിരുന്നതും ഓടി വന്നവന്റെ പാത്രത്തിലേക്ക് ഇഡലി എടുത്തു വെക്കാൻ തുടങ്ങി ദേവമ്മ. പക്ഷെ അവൻ ഇടത് കൈ ഉയർത്തി അതിനെ തടഞ്ഞു. അവന് ആവശ്യമുള്ളത് സ്വയം എടുത്തു കഴിച്ചാണ് ശീലം. അവന്റെ ഹോസ്റ്റൽ ജീവിതം അവനെ പഠിപ്പിച്ച പാഠം. ഇന്നത്തെ ഡീൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടുവന്ന ചോദ്യം. കിട്ടും. ഇത് നിന്റെ ഫസ്റ്റ് ഡീലാണ്. പരിചയക്കുറവ് കൊണ്ടോ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ ഒരു പക്ഷെ നിനക്കിത് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ വൈകുണ്ഠേശ്വരം ഗ്രൂപ്പിന് ഇത് സ്ഥിരമായി കിട്ടുന്ന ഡീലാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അത് നമ്മൾക്ക് കിട്ടിയിരിക്കണം. അല്ലാതെ മറ്റൊരു വാർത്തയും എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കണ്ട. കഴിച്ചുകൊണ്ടിരിക്കുന്നത് പാതി നിർത്തി എഴുന്നേറ്റു. ഒരു ആജ്ഞ പോലെ അയാളുടെ ശബ്ദവും കണ്ണുകളും വംശിക്ക് നേരെ ചെന്നു. ഒരു കാരണം കൊണ്ടും ഈ ഡീൽ നഷ്ടപ്പെടാൻ കാരണമാവില്ല. ഇത് വംശിയുടെ വാക്ക്. തന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന പോലെ അച്ഛന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം അവനെ കുറച്ചൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത്. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആൾ ബന്ധം കൊണ്ട് തന്റെ അച്ഛനായതുകൊണ്ട് മാത്രം അവൻ അത് സംസാരത്തിൽ ഒതുക്കി. കൈ കഴുകി അയാൾ മറ്റാരെയും നോക്കാതെ പുറത്തേക്കിറങ്ങി. നേരമെടുക്കാതെ അയാൾ വണ്ടി വീട് വിട്ടുപോയി. അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ പാതിയാക്കിയ വംശി എഴുന്നേറ്റു. മോനെ, ബാക്കി കൂടി മതി. കൂടുതലൊന്നും പറയാതെ അവനും പുറത്തേക്കിറങ്ങി. അതുവരെ ഹാളിൽ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പാർത്ഥൻ അവന്റെ വരവിൽ എഴുന്നേറ്റു. നമ്മുടെ പ്രപ്പോസൽസും കാര്യങ്ങളുമൊക്കെ കൃത്യമല്ലേ പാർത്ഥി? അതെ വംശി.
ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്. ഈ ഡീൽ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്നും പോകരുത് പാർത്ഥി. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിലും അധികം ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും വൈകുണ്ഠത്തിൽ പരമേശ്വരന്റെ മുന്നിൽ വംശിക്ക് തോൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഉം മൂളിയാൽ പോരാ പാർത്ഥ. ഇത് കിട്ടും വംശി. 2 വർഷങ്ങൾക്കിപ്പുറവും അന്ന് തന്നോട് പറഞ്ഞ അതേ വാചകം. അവൻ വംശിയെ നോക്കി. 2 വർഷങ്ങൾ ഒരുവന്റെ രൂപത്തിലും ഭാവത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒഴിച്ചാൽ അവന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന തീക്ഷ്ണതയ്ക്കും ഒരു കുറവുമില്ല. ഇനിയും ജോലി കഴിഞ്ഞില്ലേ സിദ്ധി? ഇത്തിരി കൂടി ബാക്കിയുണ്ട്. അത് പിന്നെ ചെയ്യാം. എല്ലാവരോടും മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു സർ. നീ വന്നേ ഇങ്ങോട്ട്. ഉത്തര, എനിക്ക് പേടിയാവുന്നടി. നീ ഒന്ന് പോയേ പെണ്ണേ. ആദ്യം പോയി കാര്യം തിരക്കാം. എന്നിട്ട് ആലോചിക്കണം പേടിക്കണോ വേണ്ട എന്ന്. വന്നേക്കുന്നു ഒരു കഴുത. പിന്നെയും 2 പേരെ കൂടി വിളിച്ചു കഴിഞ്ഞിട്ടാണ് സിദ്ധിയുടെ നമ്പർ വന്നത്. കരഞ്ഞും വിഷമിച്ചും ഇറങ്ങി വരുന്നവരുടെ മുഖം പറയുന്നുണ്ടായിരുന്നു അകത്ത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വാർത്ത എന്താകുമെന്ന്. അതിന്റെ ഭയത്തിൽ ഓരോ തവണയും ഉത്തരയുടെ കൈത്തണ്ടയിലേക്ക് അവളുടെ വിരലുകൾ ആഴ്ന്നിറങ്ങി. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടടി ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നേ? എന്നെ ദ്രോഹിക്കാതെ വെറുതെ വിട്ടേ നീ. അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ഉത്തര ഒരു സീറ്റ് മാറിയിരുന്നു. ഒപ്പം അവളുടെ നഖം ആഴ്ന്ന കൈത്തണ്ട മെല്ലെ തടവി ഇമ്മിണി ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കുകയും ചെയ്തു. സിദ്ധിദാത്രിയെ അകത്തേക്ക് വിളിക്കുന്നു. പ്യൂൺ വന്ന് വിളിച്ചതും അതുവരെ ഉയർന്നിരുന്ന ശ്വാസത്തിന്റെ മിടുപ്പ് ഹൃദയം ഭേദിച്ച് പുറത്തുവരും എന്ന പോലെ അവൾ ഉത്തരയെ തേടി. ചെല്ല്, എന്തായാലും പറയുന്നത് അതുപോലെ കേട്ടോണ്ട് പുറത്തേക്ക് വന്നേക്കണം. അല്ലാതെ അവിടെ കിടന്ന് കരയുകയോ തലകറങ്ങി വീഴുകയോ ഒന്നും ചെയ്യരുത്. ഈ ലോകത്ത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. തലയ്ക്ക് മീതെ വെള്ളം എന്നാൽ അതിന് മീതെ തോണി. അറിയാമല്ലോ, ഞാനുണ്ട് കൂടെ. അതിനി ചാവാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. താൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ലെന്ന് തോന്നിയെങ്കിലും ഉത്തര ആ കൈകൾ ചുറ്റിപ്പിടിച്ച് ആത്മവിശ്വാസം നൽകാൻ എന്ന പോലെ വീണ്ടും പറഞ്ഞു. അതെ, ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നാൽ അടുത്ത ആളെ വിളിക്കാൻ പിന്നെയും താമസിക്കും. വേഗം വാ. പിയൂണിന്റെ ധൃതിയിൽ അവൾ അകത്തേക്ക് കയറി. പുറത്ത് തണുപ്പുണ്ടായിരുന്നെങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ രോമങ്ങളെ പോലും എഴുന്നേൽപ്പിക്കും വിധമുള്ള തണുപ്പ് അവളുടെ ശരീരത്തിലാകെ തുളച്ചു കയറി. അതിന്റെ ഒരു ഏക്കത്തിൽ അവൾ സാരിയിൽ മുറുക്കി പിടിച്ചു. സിദ്ധിദാത്രി അല്ലേ? ചോദ്യം വന്നിടത്തേക്ക് കണ്ണു വായിച്ചപ്പോൾ കണ്ടു മുന്നിലെ ടേബിളിൽ 5 പേരാണ് ഇരിക്കുന്നത്. പ്ലീസ് ബി സീറ്റഡ്. അന്നുവരെ തന്റെ കണ്ണുകൾക്ക് അപരിചിതനായ ഒരുവനിൽ നിന്നും വന്ന അധികാരത്തെ ചോദ്യം ചെയ്യാതെ തന്നെ അവൾ കസേരയിലേക്കിരുന്നു. സിദ്ധിദാത്രി ഈ കമ്പനിയിൽ മറ്റുള്ളവരേക്കാൾ പുതിയതാണ് അല്ലേ? അവളുടെ പ്രൊഫൈൽ നോക്കിക്കൊണ്ട് തൊട്ടു മുന്നിരിക്കുന്ന ആളാണ് ചോദിച്ചത്. യെസ് സർ. ശബ്ദം വിറയ്ക്കാതിരിക്കാനും അത് അല്പം പോലും പതറാതിരിക്കാനും ശ്രമിച്ചുകൊണ്ട് അവൾ അദ്ദേഹത്തെ നോക്കി. കൃത്യം പറഞ്ഞാൽ 1 മാസവും 13 ദിവസവും അല്ലേ? മൂളിക്കൊണ്ട് ആ മുഖം താഴ്ന്നു. സി ധാത്രി. ആ വിളി കേട്ടതും ഞെട്ടിക്കൊണ്ടവൾ അയാളെ നോക്കി. തന്റെ ഫയലുമായി കുറച്ചു മുന്നേ സംസാരിച്ച ആളല്ല. അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിൽ നിന്നുമാണ് ആ വിളി വന്നിരിക്കുന്നത്. ഓർമ്മയുടെ ഒരു മലവെള്ളപ്പാച്ചിൽ അവളെ വന്ന് കടപുഴക്കി എറിഞ്ഞ പോലെ അവൾ ശ്വാസം ആഴത്തിലെടുത്തുകൊണ്ട് കസേര മുറുക്കി പിടിച്ചു. ധാത്രി. ധാത്രിക്കുട്ടി, എന്റെ മാത്രം ധാത്രിക്കുട്ടി. അല്ലാതെ വേറെ ആരെങ്കിലും നിന്നെ ഈ പേര് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാൽ വിളിച്ചാൽ അവൻ പിന്നെ 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. അയ്യോ അയ്യോ അല്ല പൊത്തു. ദേ പെണ്ണെ, നിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ധാത്രിക്കുട്ടി എന്ന് വിളിച്ചാൽ അന്ന് ആ വിളിക്കുന്നവന്റെ അവസാനമാണ്. മനസ്സിൽ ഉറങ്ങിക്കിടന്ന വാക്കുകൾ കാതിനുള്ളിലേക്ക് തുളച്ചു കയറും വിധം അവന്റെ ശബ്ദം അവൾക്ക് ചുറ്റും മുഴങ്ങി. ഹലോ, താൻ കേൾക്കുന്നില്ലേ? കുറച്ചു മുന്നേ കേട്ടത്ര മയമില്ലാത്ത അല്പം പരുഷമായിട്ടാണ് ചോദിച്ചത് മൂന്നാമതൊരാളായിരുന്നു. യെസ് സർ. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ധാത്രി? വെപ്രാളത്തോടെ മുഖമാകെ വിയർപ്പൊപ്പുന്നവളെ നോക്കി രണ്ടാമത്തെ ആൾ പിന്നെയും ചോദിച്ചതും അവൾ അയാളുടെ മുഖത്ത് നോക്കി. സർ, എന്റെ പേര് സിദ്ധി എന്നാണ്. സിദ്ധിദാത്രി റൈറ്റ്? അയാളുടെ ആ പറച്ചിൽ നൽകിയ അസ്വാഭാവികതയിൽ അവൻ ഫയൽ ഒന്നുകൂടി നോക്കി. യെസ്. അപ്പൊ സിദ്ധി ധാത്രി, വാട്ട്സ് ദ ഡിഫറൻസ്? അവളെയും മറ്റുള്ളവരെയും അയാൾ ഒരുപോലെ നോക്കി. മറ്റുള്ളവർക്ക് മാറ്റമൊന്നും തോന്നിയില്ലെങ്കിലും ധാത്രി എന്നൊരൊറ്റ പേരിലാണ് തന്റെ ജീവിതം മുഴുവനും ചുറ്റപ്പെട്ടു കിടക്കുന്നതെന്ന് ആരെയും പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് താനെന്ന് എങ്ങനെ മറ്റുള്ളവനെ പറഞ്ഞ് മനസ്സിലാക്കും? അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഓക്കെ, വാട്ടെവർ. ഒരു പേരിൽ കിടന്ന് വട്ടം തിരിയാൻ വയ്യാത്ത പോലെ രണ്ടാമത്തെ വ്യക്തി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇപ്പോൾ കുറച്ചു മുന്നേ കണ്ട ആ മയമൊന്നും അയാളുടെ മുഖത്തില്ല. ഒരുപക്ഷെ തന്റെ സംസാരം ഇഷ്ടമാകാത്തത് കൊണ്ടാവും അയാളുടെ ആ ഭാവം എന്നവൾ വിളിച്ചു പറഞ്ഞു.
നേരത്തെ ഏതാണ്ട് ജോലി നഷ്ടമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോ ഇതുകൂടി ആയപ്പോൾ സിദ്ദിഖ് അറിയാമല്ലോ, ഞങ്ങളാണ് തന്റെ കമ്പനി ടേക്ക് ഓവർ ചെയ്തെടുത്തിരിക്കുന്നത്. അറിയാം എന്ന പോലെ അവൾ തലയാട്ടി. ഞാൻ HK അസോസിയേഷൻ MD ആണ്, ഹരികൃഷ്ണ. പേര് പറയുമ്പോൾ ഉണ്ടായ ഗൗരവത്തിൽ അവൾ ഒരു നിമിഷം മറ്റാരെയോ ഓർത്തു. അവിടെയും അങ്ങനെയാണ്. വെറുതെ സംസാരിക്കുമ്പോൾ പോലും ഗൗരവമുള്ള ശബ്ദത്തിൽ സ്വന്തം പേര് പറയുമ്പോൾ അതിൽ വല്ലാത്തൊരു മുഴക്കമുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ട്. ഹരിയുടെ ശബ്ദം പിന്നെയും കേട്ടതും അവൾ ഓടിപ്പാഞ്ഞു വന്ന ഓർമ്മകളിൽ നിന്നും വേഗം തിരിച്ചെത്തി. അവരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പൊസിഷനിൽ ഇനി അവരാ വരിക. അതുകൊണ്ട് ഇനി മുതൽ സിദ്ധിയുടെ സേവനം ഈ ഓഫീസിന് ആവശ്യമില്ല. വളരെ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങളെല്ലാം മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ബോധ്യമാകും പോലെ അയാൾ പറഞ്ഞു നിർത്തി. പ്രതീക്ഷിച്ചിരുന്ന വാർത്തയാണ്. അത് കേൾക്കുമ്പോൾ തളർന്നു പോകില്ലെന്ന് ഇതിനോടകം 1000 വട്ടം മനസ്സിനോട് പടവെട്ടിയതുമാണ്. പക്ഷെങ്കിൽ കേൾക്കേണ്ടിടത്തു നിന്ന് കേട്ടപ്പോൾ അവളുടെ മനസ്സ് പതറി, ശരീരമാകെ തണുത്തു. അപ്പോഴാണ് മനസ്സിലായത്, എത്ര താൻ ഈ ജോലി നഷ്ടമാകുമെന്ന് വിചാരിച്ചെങ്കിലും മനസ്സിന്റെ ഏതോ കോണിൽ എന്തെങ്കിലും മായം സംഭവിച്ച് താൻ ഈ ജോലിയിൽ തന്നെ ഉണ്ടാകും എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അവളുടെ കണ്ണു നിറയാൻ തുടങ്ങി. സാധാരണ കമ്പനി പോളിസി അനുസരിച്ച് കോമ്പൻസേഷൻ ഒന്നും തരേണ്ട കാര്യമില്ല. ബിക്കോസ് താൻ ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. മിനിമം 1 വർഷമെങ്കിലും പൂർത്തിയാക്കിയ ആൾക്കാർക്കാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. പക്ഷെ എന്നിരുന്നാലും തനിക്ക് 1 മന്ത് സാലറി കമ്പനിയുടെ വകയായിട്ട് കിട്ടും. പോകും വഴി അക്കൗണ്ട്സിൽ നിന്നും അത് വാങ്ങിച്ചോളൂ. പറഞ്ഞു പൂർത്തിയാക്കിയ പോലെ അവൻ അവളെ നോക്കുമ്പോൾ കാണുന്നത് നിറഞ്ഞു തുളുമ്പി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരാണ്. അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി, ഒപ്പം എന്തിനെന്നറിയാത്ത ഒരു നൊമ്പരവും. അവൾ മെല്ലെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. മുന്നിലിരിക്കുന്ന ആളെ ഒന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഇത്രയും നേരം നമ്മൾ ടെർമിനേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഇവിടെ കിടന്നുണ്ടാക്കി ഹരി. പക്ഷെ ഈ കൊച്ച് അത് കണ്ണു നിറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലാതെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അടുത്തിരുന്ന് ജോർജ് സാർ അത് പറയുമ്പോൾ തനിക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി കരയുന്നതിന് എന്തിന് താൻ അസ്വസ്ഥനാകുന്നു എന്നുള്ള ചിന്തയായിരുന്നു ഹരിക്കും. വംശി. ക്യാബിനിലേക്ക് കയറുന്നതിന് മുന്നേ പാർത്ഥന്റെ വിളിയിൽ അവൻ നിന്നു. കുറച്ചു മുന്നേ നിനക്ക് വന്നത് ജെയിംസിന്റെ കോളല്ലേ? വംശിയുടെ കൃഷ്ണമണികൾ ഒന്നു നിന്നു. അല്ല. പിന്നെ ഒരു നിമിഷം പോലും അവനെ നോക്കാതെ അവൻ ധൃതിയിൽ അകത്തേക്ക് കയറി. വന്നത് ജെയിംസിന്റെ കോളാണ്. താൻ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ പാർത്ഥന്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി.